നമ്മളിപ്പം ഒരു ക്രിട്ടിക്കൽ പാത്തിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒരു നെറ്റ്വർക്ക് വരയ്ക്കാം. ഒരു ചെറിയ നെറ്റ്വർക്ക്. ഇതിന്റെ ഓരോ ഡ്യൂറേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. ഇതൊരു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു നെറ്റ്വർക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നെറ്റ്വർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് കിട്ടുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ എക്സ്പെക്റ്റഡ് ടൈംസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ പ്രോസസ്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എ എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്, ബി എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്, സി എന്ന് പറയുന്ന ഒരു ഈവന്റ് ആണ്, ഇ എന്ന് പറയുന്നത് ഒരു ഈവന്റ് ആണ്, സിഇ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണ്. അത്രയും മനസ്സിലായല്ലോ അല്ലെ? എ ഒരു ഈവന്റ് ആണ്, ബി ഒരു ഈവന്റ് ആണ്, എ ബി എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റികളും ഈവന്റുകളും. ഓക്കെ, ഇപ്പൊ എല്ലാ ആക്ടിവിറ്റികളുടെയും ഡ്യൂറേഷൻ ആണ് നമ്മളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ടിഇ ടിഎൽ, ഇതിനകത്ത് ടിഇ എന്ന് പറയുമ്പോഴത്തേക്കും ഏർലിയസ്റ്റ് ഈവന്റ് ടൈം. ഏർലിയസ്റ്റ് ഈവന്റ് ടൈമിനാണ് നമ്മൾ ടിഇ കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. അതായത് ഈ എ എന്ന് പറയുന്ന ഈവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കാവുന്ന ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഡ്യൂറേഷൻ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഡേ, എത്രാമത്തെ ദിവസമാണ് എ എന്ന് പറയുന്ന ആക്ടിവിറ്റി സംഭവിക്കുക, അതാണ് ഏർലിയസ്റ്റ് ഈവന്റ് ടൈം. അതിനാണ് നമ്മൾ ടിഇ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ, അപ്പോൾ ഇവിടെ ടിഇ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലായിടത്തും ടിഇ മാത്രമാണ് എഴുതുന്നത്. അപ്പൊ ഇവിടുത്തെ ടിഇ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 + 2 2. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോകുമ്പോൾ ടിഇ എന്ന് പറയുന്നത് 2 + 3 5. ഇനി ഈ ടിഇന്റെ കൂടെ ഈ 3 കൂട്ടുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഏർലിയസ്റ്റ് ഈവൻ ടൈം കിട്ടും. അത് എത്രയായിരിക്കും? 2 + 3 5. ഓക്കെ, ഇനി ഈ 5ന്റെ കൂടെ ഈ 3 കൂട്ടുമ്പോഴത്തേക്കും നമുക്കിവിടെ ടിഇ എന്ന് പറയുന്നത് 8 കിട്ടി. ഇനി ഒന്നുകൂടെ നോക്കണം, ഇവിടെ ഈ 2ന്റെ കൂടെ ഈ ഒരു പാത്താണ് നോക്കുന്നതെങ്കിൽ 2ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടെ ടിഇ 5 കിട്ടി, 5ഉം 2ഉം 7. അപ്പോൾ ഇവിടെ 3 വാല്യൂ വന്നില്ലേ? ഇതിനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ടിഇ അല്ലെങ്കിൽ ഈ ഈവന്റ് ഒക്കർ ചെയ്യുന്ന ഡേ? 6, 7, 8. കറക്റ്റ് ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിയേ. 6 പറയുന്നവരുണ്ട്, 8 പറയുന്നവരുണ്ട്. ഓക്കെ, ഇതിനകത്ത് ആൻസർ 8 തന്നെയാണ്. പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇതിനകത്ത് എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാത്താണ്, ABE എന്ന് പറയുന്നത് ഒരു പാത്താണ്, ABDE എന്ന് പറയുന്നതും ഒരു പാത്താണ്. അപ്പോൾ ഒന്ന് ഓർക്കേണ്ടത്, ഇവിടെ നിന്ന് ഈ EF എന്ന് പറയുന്ന ഈവന്റ് തുടങ്ങണമെങ്കിൽ ഈ എല്ലാ ആക്ടിവിറ്റികളും തീരണം, അതിന്റെ പ്രൊസീഡിംഗ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളും തീരണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഇതിനകത്തുള്ളതിലുള്ള ഏറ്റവും വലിയ വാല്യൂ എടുക്കണം. കാരണം ഞാൻ പറയാം, ഇപ്പോൾ ഇവിടെ ABDE എന്ന് പറയുന്നത് 7ാമത്തെ ദിവസം തീർന്നു എന്ന് വിചാരിച്ച് എനിക്ക് EF തുടങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഓർക്കണം, നമ്മൾ മുന്നോട്ട് പോകാൻ നേരത്ത് ഉള്ളതിൽ വലിയ വാല്യൂ എടുക്കണം. ഇനിയിപ്പോ ഞാൻ പറയുകയാണ് ABE, അതായത് ABക്ക് ശേഷം E എന്ന് പറയുന്ന ഈവന്റിലേക്ക് നമുക്ക് 6 ദിവസം കൊണ്ട് എത്താൻ സാധിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് EF ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ, ഇവിടെ CE എന്ന് പറയുന്ന ഈവന്റും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് EF എന്ന് പറയുന്ന ഈവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓർത്തോളുക, TE ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം അല്ല, ഈവൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളതിൽ വലിയ വാല്യൂ എടുക്കണം. എല്ലാവർക്കും മനസ്സിലായില്ലേ? 6 പറഞ്ഞവർക്ക് മാറ്റം എന്താണ് അല്ലെങ്കിൽ അതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസർ 8 ആണ്. അപ്പോൾ ഇവിടുത്തെ TE എന്ന് പറയുന്നത്
ലാസ്റ്റ് ഈവന്റിന്റെ ടി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ഉം 2 ഉം 10. ഈ 10 ആയിരിക്കും നമ്മുടെ പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ. ഓക്കെ, പ്രൊജക്ടിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എല്ലാ ടിന്റെയും കൂടെ സമ്മായിരിക്കും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേറെ ഡ്യൂറേഷൻ, അതായത് പ്രൊജക്ട് ഇത്ര ദിവസം കൊണ്ട് തീരണം എന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഇവിടുത്തെ TLഉം എത്ര തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. വേറെ ഡ്യൂറേഷൻ കാര്യങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ TLഉം എത്ര തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ബാക്കോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക? കുറച്ച് വരിക. 10ൽ നിന്ന് 2 പോയാൽ ഇവിടുത്തെ TL എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഇനി ഈ 8ൽ നിന്ന് കളർന്ന് മാറ്റാം അല്ലെ. ഇവിടുത്തെ TL എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഈ 8ൽ നിന്ന് 3 പോയാൽ, അതായത് ഇവിടുത്തെ ഈ 8ൽ നിന്ന് 3 പോയപ്പം ഇവിടുത്തെ TLഉം 5. ഇനി ഈ 8ൽ നിന്ന് 2 പോയാൽ ഇവിടുത്തെ TL എന്ന് പറയുന്നത് 8ൽ നിന്ന് 2 പോയാൽ എത്ര വരും? കിട്ടുന്നില്ലല്ലോ. 8ൽ നിന്ന് 2 പോയാൽ 6. ഓക്കെ, ഇനി 6ൽ നിന്ന് 3 പോയാൽ ഇവിടെ ഒരു TL കിട്ടിയിട്ടുണ്ട്. 6ൽ നിന്ന് 3 പോയാൽ 3. ഇനി ഇവിടെ നിന്ന് നോക്കിക്കേ, 8ൽ നിന്ന് 4 പോയാൽ ഒരു വാല്യൂ കൂടെ 4. ഇനി TL 5, 5ൽ നിന്ന് 3 പോയാൽ 2. ഇവിടെ നമുക്ക് 3 വാല്യൂ നേരത്തെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. 2, 3, 4. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏതായിരിക്കും? നമ്മൾ ഇവിടുത്തെ TL ആയിട്ട് എടുക്കേണ്ടത് ഏതായിരിക്കും? എല്ലാവരും തന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് 2ൽ ഉറപ്പിച്ചു അല്ലെ. ഓക്കെ, അതായത് നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ വലുതെടുത്തേം കൊണ്ട് നമുക്ക് ഈ സമയത്ത് ചെറുതെടുത്താൽ പോരെ, ആർക്കും സങ്കടമില്ല. എല്ലാവരും തന്നെ 2 ഉറപ്പിച്ചു. അതായത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, ഈ TL എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഈവൻ ടൈമാണ്. അതായത് ഈ B എന്ന് പറയുന്ന ഈവന്റ് ഒക്കർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൈം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 2 നമ്മുടെ ആൻസർ. ഓക്കെ, അതിനകത്ത് ലേറ്റസ്റ്റ് ഉദ്ദേശിക്കുന്ന ഇതിന് ശേഷം വരുന്നതിൽ ഏറ്റവും മിനിമം വാല്യൂ, നമ്മൾ തിരിച്ചു വരാൻ നേരത്തെ ഉള്ളതിൽ മിനിമം വാല്യൂ എടുത്തു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ഓർക്കുക. ഓക്കെ, ഇനി ഏറ്റവും ആദ്യത്തെ ഈവന്റിന്റെ TL എന്ന് പറയുന്നത് 0. ഓക്കെ, മനസ്സിലായില്ലേ? റെഡി? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ ഈ ടിയും TLും ഒന്നോർത്തുള്ള ഏർലിയസ്റ്റ് ഈവൻ ടൈമും ലേറ്റസ്റ്റ് ഈവൻ ടൈമും ഈവന്റ് ആണ് അവിടെ വന്നത്. ഇനി ക്രിട്ടിക്കൽ പാത്ത് എന്തായിരിക്കും? ഇതിനകത്ത് പല പാത്തുകൾ തന്നിട്ടില്ലേ? ഇതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് ഏതായിരിക്കും? നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ABCEF ഒരു പാത്താണ്. ABEF എന്ന് പറയുന്ന ആൻസർ വന്നു തുടങ്ങി. ഞാൻ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞിട്ടില്ല. ABDEF. ഓക്കെ, ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്, ABC. നിങ്ങൾ ഇതിനകത്ത് ഓരോന്ന് സെലക്ട് ചെയ്തോ. ABCEF, എല്ലാവർക്കും അറിയാം അല്ലെ? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇതിനകത്തുള്ളതിൽ ഏറ്റവും ലോങ്സ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഏറ്റവും ഡ്യൂറേഷൻ ഉള്ള പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ABCEF. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ള തന്നിരിക്കുന്ന ആ നെറ്റ്വർക്കിൽ നിന്ന് ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്തുള്ളതിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള പാത്ത്. ഇനി ഓർക്കേണ്ടത്, ഈ ക്രിട്ടിക്കൽ പാത്തിന്റെ പ്രത്യേകത എന്താണ്? ക്രിട്ടിക്കൽ പാത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര ഓർത്തോളൂ, അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഈവന്റ് കറക്റ്റ് ആയിട്ട് സമയത്തല്ല ഒക്കർ ചെയ്തെങ്കിൽ മൊത്തത്തിലുള്ള പ്രൊജക്ടിന്റെ ഷെഡ്യൂള് മാറിപ്പോകും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഇപ്പം CE എന്ന് പറയുന്ന ഈവന്റ് അല്ലെങ്കിൽ CE എന്ന് പറയുന്ന ആക്ടിവിറ്റി 3 ദിവസത്തിന് വരെ ഞാൻ 4 ദിവസം കൂടെ തീർന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി ഈ എന്ന് പറയുന്ന ഈവന്റിന്റെ TE 9 ആവും. അതനുസരിച്ച് F എന്ന് പറയുന്ന ഈവന്റിന്റെ TE എന്ന് പറയുന്നത് എത്ര വരും? 11 ആവും. മനസ്സിലായില്ലേ? അതായത് ആ ഒരു പാത്തിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു ഡ്യൂറേഷന് മാറ്റം വന്നാൽ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഡിലേ വന്നാൽ നമ്മുടെ പ്രൊജക്ടിന്റെ ഡ്യൂറേഷനെ മൊത്തത്തിൽ ബാധിക്കുന്നത് അത്തരം ആക്ടിവിറ്റികളാണ് നമ്മൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടേം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വേഗം എടുക്കാം. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ഈവൻ ടൈമും ഏർലിയസ്റ്റ് ഈവൻ ടൈമും മനസ്സിലായല്ലോ അല്ലെ?
ഇനി അടുത്തത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ആണ്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അപ്പൊ ഓർത്തോളാം, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി തുടങ്ങാവുന്ന ഏറ്റവും മാക്സിമം അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഡ്യൂറേഷനാണ് നമ്മൾ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. ഒരു ആക്ടിവിറ്റി തുടങ്ങാൻ എടുക്കാവുന്ന ഏറ്റവും ഏർലിയസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ആരോയും നോഡും വരയ്ക്കാം. ഓക്കെ, ഈ നോഡിനെ ഞാൻ ഐ എന്ന് വിളിച്ചു, ജെ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ നോഡിനെ വിളിച്ചു. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് പറയുന്നു, ഐ എന്ന് പറയുന്ന ഐ ടു ജെ എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി ആയിരിക്കും. ഐയും ജെയും ഈവന്റ് ആണ്. ഇതിനൊരു ടി ഉണ്ടാവും, അതിനെ ഞാൻ ടി ഐ എന്ന് ഡിനോട്ട് ചെയ്തു. ഇതിനൊരു ടി എൽ ഉണ്ടാവും, അതിനെ ഞാൻ ടി എൽ ഐ എന്ന് ഡിനോട്ട് ചെയ്തു. ഇത് ഐ ആണ്, സമ്മതിക്കൂല. ഇത് ടി എൽ ഐ. ഓക്കെ, ഇനി ഇത് ടി ഇ ജെ, ഇത് ടി എൽ ജെ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഇതിന്റെ ടിനെ ടി ഐ എന്ന് വിളിച്ചു, ഇതിന്റെ ടി എല്ലിനെ ടി എൽ ഐ എന്ന് വിളിച്ചു. അങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മുടെ ഐ ടു ജെ എന്ന് പറയുന്ന ആക്ടിവിറ്റീന്റെ ഡ്യൂറേഷൻ ആണ് ടി ഐ ജെ. ഇനി നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെ ഒന്ന് ഇക്വേഷൻ എഴുതാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ ഐ ജെ എന്ന് പറയുന്ന ഈവന്റ് സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കാവുന്ന ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടി ഇ ഐ ആയിരിക്കും. ഓക്കെ, ഇനി ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്തായിരിക്കും? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്തായിരിക്കും? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ടി ജെ. വേറെ ഓപ്ഷൻസ് ആൻസേഴ്സ് ഉണ്ടോ? ടി ഐ പ്ലസ് ടി ഐ ജെ. ഓക്കെ, ഇനി ഓപ്ഷൻസ് ഉണ്ടോ? ഓക്കെ, ആൻസർ ടി ഇ ഐ പ്ലസ് ടി ഐ ജെ ആണ്. ഇ ജെ മൈനസ് ഇ ഐ, അതെന്താ ആൻസർ ആണ് മനസ്സിലായില്ല കേട്ടോ. ഇന്ന് ഞാൻ പറയാം. അതായത് ടി ഐ പ്ലസ് ടി ഐ ജെ. ഇതിങ്ങനെ വരാനുള്ള കാര്യം നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലായവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തൊരു നെറ്റ്വർക്കാണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ സി ഇ എടുക്കുന്നു. നമ്മൾ ബി ആണ് എടുത്തേക്കുന്നത്. ബി ആണ് എടുത്തേക്കുന്നത്, ബി ഇ ആണ് എടുത്തേക്കുന്നത്. ഇതിന്റെ ടി എന്ന് പറയുന്നത് 2, ടി എൽ എന്ന് പറയുന്നത് 2, ഇവിടുത്തെ ടി എന്ന് പറയുന്നത് എത്ര, 8, ടി എൽ എന്ന് പറയുന്നത് അതും 8 ആയിരുന്നു. അപ്പൊ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആദ്യം ഒരു ഓപ്ഷൻ പറഞ്ഞത് ടി ഇ ജെ അല്ലേ. അപ്പോൾ ഇവിടെ ബി ടു ഇ എന്ന് പറയുന്ന ഈവന്റിന്റെ അല്ലെങ്കിൽ ആക്ടിവിറ്റീന്റെ എന്താണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് 8 ആണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിനകത്തൊരു തെറ്റുണ്ട്. കാരണം ഇവിടെ ബി ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി തീർന്നിട്ടുണ്ട്. ഏത് ദിവസം? ഈ 2ന്റെ കൂടെ 4 ദിവസം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 6ാമത്തെ ദിവസം ബി ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി തീർന്നിട്ടുണ്ട്. ആൻസർ ടി ഇ എന്ന് പറയുന്നത് 2, അതിന്റെ കൂടെ 4 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ബി ഇ എന്ന് പറയുന്ന ആക്ടിവിറ്റി 6ാമത്തെ ദിവസം തീർന്നു. പക്ഷെ നമ്മൾ ഇന്റെ ടി നോക്കിയാൽ എന്താ സംഭവം, നമുക്ക് 8 ആണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ടി എൽ ജെ അല്ല നമ്മൾ എഴുതുക. എന്തായിരിക്കും എഴുതേണ്ടത്? ടി ഇ ഐ പ്ലസ് ടി ഐ ജെ ആയിരിക്കും എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ടി ഇ ഐ പ്ലസ് ടി ഐ ജെ ആയിരിക്കും. ഇനി നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം മനസ്സിലായല്ലോ അല്ലെ? ഇനി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഉണ്ട്, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് ആദ്യം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എടുക്കുന്നു. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് ഈ ടി എൽ ജെ ആയിരിക്കും. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, അതായത് ഈ ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കാവുന്ന ഏറ്റവും ലേറ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ കൂടെ ഒന്ന് ഓർത്താൽ മതി, ടി എൽ ജെ മൈനസ് ടി ഐ ജെ ആയിരിക്കും.
TLJ മൈനസ് TIJ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ആ കൺഫ്യൂഷൻ ആക്കരുത്, അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാൽ എളുപ്പമായിരിക്കും. ഓക്കെ, ബാക്കി നമുക്ക് 4 തരത്തിലുള്ള ഫ്ലോട്ടും കൂടെയാണ് ഉള്ളത്. അതും കൂടെ വേണേൽ ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഇതും കൂടെ കവർ ചെയ്യാം അല്ലെ? അപ്പോൾ ഓർത്തോളാം 4 തരത്തിലുള്ള ഫ്ലോട്ട് ആണുള്ളത്. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഇത്ര ഓർത്തോളാം, നമ്മൾ ആ ഒരു ഡിഫറൻസ് ഇല്ലേ, TE മൈനസ് TL. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയുടെ ഫ്ലോട്ട് അത്ര എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ക്രിട്ടിക്കൽ ആക്ടിവിറ്റികളുടെ ഫ്ലോട്ട് എപ്പോഴും 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനകത്ത് 4 ഫ്ലോട്ടാണ് ഉള്ളത്. ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്, ഇന്റർഫെറിംഗ് ഫ്ലോട്ട്. ഓക്കെ, ഇതിനകത്ത് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും തൊട്ടടുത്ത സക്സീഡിങ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീന്റെ ബാധിക്കാണ്ട് അല്ലെങ്കിൽ അതിനെ ഡിലേ ചെയ്യാണ്ട് നമുക്ക് എത്രമാത്രം ടൈം എടുക്കാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. സക്സീഡിങ് ആക്ടിവിറ്റീനെ ഡിലേ ചെയ്യാണ്ട് നമുക്ക് എത്രമാത്രം ദിവസം എടുക്കാൻ സാധിക്കും, അതിനെയാണ് നമ്മൾ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഫ്രീ ഫ്ലോട്ടിനെ നമുക്ക് FF എന്ന് ഡിനോട്ട് ചെയ്യാം. ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. TEJ മൈനസ് EFT, എയർലിസ്റ്റ് ഫിനിഷ് ടൈം. ഇതായിരിക്കും ഫ്രീ ഫ്ലോട്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് ടോട്ടൽ ഫ്ലോട്ട് ആണ്. ടോട്ടൽ ഫ്ലോട്ട് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ദിവസം അവൈലബിൾ ആണ്, മൊത്തത്തിലുള്ള പ്രൊജക്ട് ഡിലേ ആവാണ്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയിൽ എത്ര ഡേയ്സ് ആണ് അവൈലബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോട്ടൽ ഫ്ലോട്ട്. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ജസ്റ്റ് ഓർത്തുണ്ട്, ഇത് സക്സീഡിങ് ആക്ടിവിറ്റീസിന് ഡിലേ ചെയ്യാണ്ട് നമുക്ക് എത്ര ദിവസം എടുക്കാൻ സാധിക്കും, അതിനാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ഫ്ലോട്ട് എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള പ്രൊജക്റ്റിനെ ബാധിക്കാണ്ട് നമുക്ക് എത്ര ദിവസം അവൈലബിൾ ആണ്, അതിനെയാണ് നമ്മൾ ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്ലോട്ടിന്റെ ഇക്വേഷൻ ജസ്റ്റ് നോക്കുക. LFT മൈനസ് EFT ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് LST മൈനസ് EST, ലേറ്റ് സ്റ്റാർട്ട് ടൈം മൈനസ് ഏർലി സ്റ്റാർട്ട് ടൈം. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അതിനകത്ത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോളുക, തൊട്ട് അടുത്ത ആക്ടിവിറ്റി എത്ര നേരത്തെ ഒക്കർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ സക്സീഡിങ് ആക്ടിവിറ്റി ഏറ്റവും എന്താണ് മുന്നോട്ട് വരികയും നമ്മുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി ഏറ്റവും ബാക്കോട്ട് പോവുകയും അങ്ങനെ വരുവാണെങ്കിൽ എത്ര ദിവസം അവൈലബിൾ ആയിരിക്കും, അതിനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ലല്ലോ അല്ലെ? എന്താണ് ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. പ്രിസീഡിങ് ആക്ടിവിറ്റി, പ്രിസീഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റിക്ക് തൊട്ട് മുമ്പുള്ള ആക്ടിവിറ്റി, അത് പരമാവധി വൈകിയാണ് തീരുന്നെങ്കിൽ ആസ് ലേറ്റ് ആസ് പോസിബിൾ. പിന്നെ സക്സീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന് ശേഷം ചെയ്യുന്ന ആക്ടിവിറ്റി അല്ലെ, അത് ആസ് ഏർലി ആസ് പോസിബിൾ. അതായത് നമ്മുടെ പ്രിസീഡിങ് ആക്ടിവിറ്റി എൻഡ്സ് ആസ് ലേറ്റ് ആസ് പോസിബിളും സക്സീഡിങ് ആക്ടിവിറ്റി സ്റ്റാർട്ട്സ് ആസ് ഏർലി ആസ് പോസിബിൾ. ഈ രണ്ട് കണ്ടീഷനിലും എത്ര ദിവസം അവൈലബിൾ ആയിരിക്കും, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് FID എന്നാണ്. ഇക്വേഷൻ ജസ്റ്റ് നോക്കുക. ഫ്രീ ഫ്ലോട്ട് മൈനസ് TLI മൈനസ് TEJ. ഓക്കെ, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ടിന്റെ ഇക്വേഷൻ കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. അതിന്റെ ഡെഫിനേഷൻ ഒരു ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഫ്രീ ഫ്ലോട്ട്, ആ ഒരു ഡിഫറൻസിനാണ് നമ്മൾ ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്ലോട്ടിന്റെയും ഫ്രീ ഫ്ലോട്ടിന്റെയും ഡിഫറൻസ്, അതിനാണ് നമ്മൾ ഇന്റർഫെറിംഗ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം ഇനി ഒരു സെക്ഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് കാര്യമായ നോട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയെടുത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.